ഹേ ഗൈസ്, ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങൾ എല്ലാവരും ഇതിന്റെ പേരൊന്ന് കമന്റ് ചെയ്യണം. എനിക്കിന്റെ പേരറിയത്തില്ല, ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. കൈ മുറിച്ച് ഗൈസ്, എന്റെ കൈ മുറിച്ച വ്യക്തി ചടങ്ങ് തുടങ്ങുന്ന സമയമായി. ഇപ്പൊ ഞങ്ങള് ബാക്കി വിശേഷങ്ങളെല്ലാം സ്ക്രീനിൽ കാണിക്കാം. പേര് ചേച്ചിയുടെ പേര് അപർണ, അളിയന്റെ പേര് മഹേഷ്. അപ്പം കൊച്ചിന്റെ പേര് അപർണയുടെ ആയും മഹേഷിന്റെ ഇഷും. അല്ല മുസ്ലിം ആശിനെന്ന് മുസ്ലിം മാത്രം എടുത്തോ. പേരെന്തുവാ പറ, പേരെന്തുവാ? അപർണയും മഹേഷൂടെ മഹേഷ്. മഹേഷ് ഞാൻ എന്തായി കാണുന്നേ? പ്രപ്പോസൽ സീനല്ലേ? ദൈവമേ, 25 വയസ്സുള്ള യുവ തലചിതറി മരിച്ചു. പേരെന്തായിരിക്കും? പറ ഇങ്ങോട്ട്. പേരെന്തായിരിക്കും? പേര് എനിക്കൊരു ഐഡിയ ഇല്ലാത്ത മനുഷ്യൻ. നല്ല സർപ്രൈസ് വേണ്ട. പേരെന്തോന്ന് പറ. പേര് പറയത്തില്ല. ചേച്ചിക്ക് അറിയാം. ചേട്ടന്റെ പേര് പറഞ്ഞു കൊടുക്കേ. മക്കള് പറഞ്ഞോട്. മക്കളെ പേര് പറഞ്ഞോട്. മക്കളുടെ പേരല്ല ചോദിച്ചത്. പേര് പറഞ്ഞോട്. മോന്റെ പേര് എന്താ ചോദിക്കുന്നത്? പേരെന്തോടാ? പേരെന്തോ? പേരെന്തോ? ഞാനാ? ഓ ഞാൻ ഓ ഇല്ല, ഞാൻ കൊച്ചിന്റെ പേര് ഇവൻ പറയും ഞാനെന്ന്. അവിടെ എഴുതിയേക്കുന്നില്ലേ? അത് നോക്കിട്ട് ഗൈസ്, ചടങ്ങ് തുടങ്ങാറായി. ഓക്കെ, ഗസ്സിങ് എല്ലാം തെറ്റിപ്പോയി. അവനറിയോ? അവൻ ഓടിക്കുന്നു ചെറിയ ഫ്രോഡ് ഇമോഷണലായി ഇമോഷണലായി അവൻ കരയുന്നു. പോയി ഞങ്ങളുടെ ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. പേരെന്തുവാടാ? അല്ല കൊച്ചിന്റെ. ഞാനോ? പിന്നെ അതൊന്ന് വായിച്ച. ഓക്കെ, മുത്തശ്ശി എന്ത് കൊടുക്കുന്ന കൊച്ചുമോക്ക്? ഒന്നും കൊടുക്കുന്നില്ല. ആദ്യം സൂക്ഷിച്ചോണം കേട്ടോ. ആദ്യം സൂക്ഷിച്ചോണം പറഞ്ഞ അമ്മമ്മ എടുത്ത്. ഇവന്റെ ആവശ്യമില്ല, കൊച്ചുങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. കൊച്ചു അത് ആചാരമായിട്ട് നടത്തുന്നു. ആവശ്യമില്ല ഇവന്റെ കൊച്ചു നടത്തതില്ല കേട്ടോ. നാണം കണ്ടോ? ഞങ്ങളുടെ ഗിഫ്റ്റ് ഞങ്ങളുടെ അല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒരാൾ ഗൾഫിലും ഉണ്ട്. എന്ത് സാധനം? തൊട്ടിൽ. ഞങ്ങളിതെല്ലാം സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇപ്പൊ കാണും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പയ്യെ ഞങ്ങൾ കൊണ്ടുവന്ന തൊട്ടിലിൻ്റെ പണി അങ്ങോട്ട് ആരംഭിച്ചു ഗൈസ്. വലിയ ടാസ്ക്കുള്ള പണിയൊന്നും അല്ലെങ്കിലും കുറച്ച് ഫിറ്റിങ്സ് അധികം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഞങ്ങൾ കാണിച്ചു കൂട്ടി. കൊച്ചിൻ്റെ കാര്യമായിരുന്നു, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. മാക്സിമം ടൈറ്റ് ചെയ്തു. ഞങ്ങളോട് സഹായിക്കാൻ ആ കുരിപ്പിനെ കണ്ട അവനും ഉണ്ടായിരുന്നു. എല്ലാ കാര്യവും നല്ലപോലെ നോക്കി കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതെല്ലാം മുറുക്കി ഒരുവിധം ടൈറ്റാക്കി. പക്ഷേ ഇതിൻ്റെ അലങ്കിയും ബോൾട്ടൊന്നും ഇതിനകത്തില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു കുറവായിട്ട് തോന്നി. പക്ഷേ പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ, ഒരിക്കലും മോശം പറയല്ലോ. നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് തൊട്ടിൽ വാങ്ങുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ കണ്ടോ അവൻ്റെ മേൽനോട്ടം കണ്ടോ? അവനാണ് എല്ലാം നോക്കിയത്. ലാസ്റ്റ് അവനെ എവിടെ നിന്ന് പറഞ്ഞു വേണ്ട അവസ്ഥ വന്നു. അവൻ്റെ സഹായം ഞങ്ങൾക്ക് തൃപ്തിയായി. പാവം വിഷമിച്ചിറങ്ങിപ്പോകണ്ട. അങ്ങനെ ഞങ്ങളുടെ പണി തുടർന്നു. കുറേ ഫിറ്റിങ്സ് ചെയ്യാനുണ്ടായിരുന്നു, കുറേ ടൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സായെന്ന് എനിക്ക് ചെറിയ ഡൗട്ട്. പിന്നെ ഞാൻ ഒന്നും കൂടെ റീചെക്ക് ചെയ്തു. എല്ലാം ഒന്ന് ഉറപ്പ് വരുത്തി. ലാവയെ കൊണ്ട് കിടത്തുള്ള എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്.
എങ്ങനെയുണ്ട് സാധനം റിവ്യൂ റിവ്യൂ പ്രോഡക്റ്റ് റിവ്യൂ എങ്ങനെയുണ്ട്? ഇത് പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. വളരെ മികച്ചതും വർണ്ണശബളവുമായ ഞാൻ പ്രോഡക്റ്റിനെ റിവ്യൂ ചെയ്യാൻ പറയുന്നത് എന്റെ പ്രോഡക്റ്റിന്റെ അകത്ത് കിടക്കുന്നത്. ഓ അത് പോകുമ്പോ അറിഞ്ഞോണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയും. ഇത് നമുക്ക് ഇറച്ചി വെക്കുകയും ചെയ്യാം. ഇതിങ്ങനെ ഇളക്കി നമുക്ക് വിട്ടുകൊണ്ടോ. ഒന്നാമത്തെ കാര്യം നമ്മളൊരിക്കലും ആരുടെ എത്തിക്കണക്ക് പറയുന്നത് പൈസ വരും പോവും. പക്ഷെ എന്റെ എന്ന് പറഞ്ഞ പൈസ പ്രശ്നമൊക്കെ വിളിക്കട്ടെ. വീടെടുത്തിട്ട് പറഞ്ഞ വീടെടുക്കാൻ പറ്റത്തില്ലെന്നോ? അയ്യേ അയ്യേ ഇത് കാണുന്ന മറ്റേ ഇവന്റെ കൊച്ചുണ്ടല്ലേ, അവളൊന്ന് കമന്റ് ചെയ്തൊക്കെ ഒരു അത്യാവശ്യ കാര്യം ഇത് ഉറങ്ങുന്നത് അല്ലും കണ്ടായിരുന്നോ കേസ്? ഇതല്ല ഇടാൻ ഉദ്ദേശിച്ച ഇറങ്ങിയ, പക്ഷെ തൽക്കാലത്ത് ഇത് ഇടയ്ക്ക് ഇത് കൊള്ളാമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ഇടുക. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായി. എന്താണെന്നറിയില്ല, അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് ശർക്കര വരട്ടിയും ചിപ്സും എടുത്ത് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ഫുഡ് ഞാൻ വേറെ ആരെയും നോക്കാൻ നിന്നില്ല. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ നല്ലതുപോലെ കഴിച്ചു. അപ്പുറത്തും ഇപ്പുറത്തും ആരെയും ഞാൻ മൈൻഡ് ചെയ്തില്ല. അവർ കഴിക്കുന്നേ കഴിക്കട്ടെ, എൻ്റെ വിശപ്പ് എനിക്ക് തീർക്കണ്ടേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടത്. പ്രൗഡ് ഓഫ്. എല്ലാവരും എഴുന്നിട്ട് പോയാലും എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ഇരുന്നാലും എല്ലാവരും നോക്കി ചിരിക്കുന്നത്. അയ്യേ, പിന്നെ ഇവന്മാരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടേക്കോ ഇവിടെ. ചെറിയൊരു ഞങ്ങളിച്ചിരി ബന്ധത്തിലാണ്. എന്തോ ചേട്ടനനിയും ബന്ധം. ഇവന്മാരിതാ പ്രശ്നം. ഞങ്ങൾ അനിയത്തെ വീട് വരെ പോയിട്ട് വരാം. കോപ്പറേറ്റ് അടിക്കുമല്ലോ ഇപ്പൊ പാട്ട് കട്ട് നല്ല കാര്യം. സുഹൃത്തുക്കളെ, എനിക്ക് വേറൊരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. നമ്മള് ചെറുതായിട്ടൊരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം. ഉറപ്പായിട്ടും ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ പ്ലാനിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അഭിനയിക്കാൻ അത്രത്തോളം ആഗ്രഹമുള്ള ആൾക്കാർ മെസ്സേജ് ഇടുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുക. ഉറപ്പായിട്ടും നമ്മള് ഇവൻ തന്നെ ഉറപ്പായിട്ടും ഒരു ചാൻസ് നല്ല നമുക്ക് അത് നല്ലപോലെ സെലക്ട് ചെയ്ത് അഭിനയിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും നമ്മൾ ചാൻസ് ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. കാരണം അതൊരു പാഷനാണല്ലോ. ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. നമ്മുടെ മോഡലിന്റെ വീട്ടിൽ നമ്മൾ വന്നേ. അവള് നല്ല ഒരുങ്ങി വൃത്തിയായിട്ടിരിക്കുക. അയ്യേ, അവക്ക് നമ്മള് ക്യാമറ ഓണാക്കുമ്പോൾ അവൾ പെട്ടെന്ന് മേക്കപ്പ് ഇടുന്നു. മേക്കപ്പ് ഇല്ലാതെ കിട്ടി. ഇവളുടെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് നമുക്കൊന്ന് പ്രാങ്ക് ചെയ്യാം. വ്ളോഗ് ഇട്ടേക്കാ കേട്ടാ, വ്ളോഗിൽ ആഡ് ചെയ്തേക്കാവേ. ശിവന്റെ കാലൊടിഞ്ഞതിന്റെ ഇത് കണ്ടിട്ട് വല്ല മനസ്സിലാവുന്നു പറയണേ. സീരിയസ് സ്കാൻ പറഞ്ഞ എന്തുവാ? എംആർഐ സ്കാനോ? എംആർഐ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. മറ്റേതോ എംആർഐ. പിന്നെ വേറെന്തോ ഉണ്ടല്ലോ സി ടി സ്കാൻ. എന്തോ സി ടി എന്ന് പറയുമ്പം കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫി. സി ടി സ്കാനിന്റെ ഫുൾ ഫോം എന്തോ? ഞാൻ പോട്ടില്ലാന്നോ? കൊണ്ടുപോവാ. നമ്മള് കൊണ്ടുപോവാ. ബർത്ത്ഡേയുടെ ചെലവ് എന്തി? ബർത്ത്ഡേയുടെ ചെലവ് എന്തി? ബർത്ത്ഡേയുടെ കേക്കും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. കണ്ടോ? ഗൈസ്, ഞങ്ങൾ അവിടെ നേരെ ഒരു അടിപൊളി ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ബ്യൂട്ടി, കമോൺ.
അപ്പുറത്തൂടാ അതുവഴിയാ പോന്നെ. ഞങ്ങക്ക് വഴി മാറി ചമ്മി അതുവഴിയാ പോണേ. കൊണ്ടോ വീടിന്റെ ഗേറ്റ് അല്ല എന്റെ വീടിനകത്തോട്ട്. ഞങ്ങള് കൊറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് അവിടെ. നല്ല അടിപൊളിയായി കാണാനും കുറച്ചൊരു എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല സൂപ്പർ സൈറ്റാ. നിങ്ങൾ ആരെങ്കിലും പത്തനാപുരം സൈഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതിന്റെ പേരൊന്ന് കമന്റ് ചെയ്യും. എനിക്കിന്റെ പേരെടുത്തില്ല. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. അത്യാവശ്യം നല്ല ഫേമസാ, നല്ല രസമാണ്. കുറെ റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൊക്കേഷൻ അടിപൊളിയാണ്. പത്തനാപുരത്തുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ലൊക്കേഷൻ. കലഞ്ഞൂര് ലൊക്കേഷൻ, കലഞ്ഞൂര്, പത്തനാപുരം കലഞ്ഞൂര് വന്നിട്ട് സ്ഥലത്തിന്റെ പേരെന്തോ പാടം വന്ന റൂട്ടാന്ന് തോന്നുന്നു. ഈ പാടം വന്ന റൂട്ടാ കേട്ടോ. അത്യാവശ്യം കുറെ ആൾക്കാർ വരുന്ന സൈറ്റാന്ന് തോന്നുന്നു. കൈ മുറിച്ച് എന്റെ കൈ മുറിച്ച വ്യക്തി ഇവിടെ നിന്ന് മുളയൊക്കെ മുറിച്ച് എന്റെ കൈ മുറിഞ്ഞ് എക്സ്പ്രഷൻ കിട്ടി. അണ്ട് ഈ കമ്പ് പിടിച്ചതാ. ഈ കമ്പ് പിടിച്ചിട്ട് എന്റെ കൈ മുറിഞ്ഞ്. അവനോട് ഞാൻ അവിടെ നേരെ വന്ന് അഞ്ജലിയുടെ വീട്ടിൽ വന്നു. ഇതാ അമ്മൂമ്മ. ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് എന്ന് പറ. ആ ഞാൻ വേറെ പരിചയപ്പെടുത്തരാം. ഇവളുടെ ചായ പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ ചായ. ഞാൻ ഇപ്പൊ അഭിപ്രായം പറയാം. പറയാടി ചായ കുറിച്ച് എന്റെ അഭിപ്രായം. ചായ എന്ന് പറഞ്ഞാൽ ഞാൻ കൈയെടുത്ത് മോന്തി സൂപ്പർ ചായ, അടിപൊളി കുക്കിംഗ്. ചായ വന്നു, കുടിച്ചിട്ട് റിവ്യൂ പറയാം. അത് പെട്ടെന്നിടുവോ? ആ സൂപ്പർ ചായ. കൊള്ളാം, ചായ കൊള്ളാം. സാധാരണ ഇടുന്നുണ്ടല്ലോ, സാധാരണ ഇവിടെ ചായ അത്ര പോരാ. ചിന്ന് പക്ഷെ കൊള്ളാം കേട്ടോ. അഞ്ജലി നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ അവളുടെ അനിയനുണ്ട്. ടി വിയുടെ സൗണ്ട് പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളായിരുന്നു. വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.